കല്ലമ്പലം പുല്ലൂർമുക്ക് പിൻകോഡ് 695605. കറണ്ട് ഇല്ല 3 ദിവസമായി. 25800 കൺസ്യൂമർ നമ്പർ. അത് പറയാൻ കാര്യം, അതായത് 3 ദിവസമായി ഞങ്ങൾ ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. 3 ദിവസം കൂരിരുളിൽ താമസിക്കുകയാണ്. കല്ലമ്പലം ഇലക്ട്രിസിറ്റി ബോർഡിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു, രജിസ്റ്റർ ചെയ്തു 19/12. 3 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് യാതൊരു പ്രതികരണവും ഇല്ല. അപ്പോൾ വിളിച്ച് ഫോണിലെ ചാർജ് തീരുന്ന മിച്ചം. അവസാനം ഒടുവിൽ ചാർജ് ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ കല്ലമ്പലത്തെ പ്രമാണികൾക്ക് മാത്രം ചാർജ് ചെയ്ത് കൊടുത്തു, അവരുടെ ലൈൻ മാത്രം. കാരണം ഇന്നലെ മെനങ്ങാൻ നോക്കുക, പല സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ കറണ്ട് ഉണ്ട്. എന്നിട്ട് വിളിച്ച് അവസാനം ഫോണിൽ ചാർജ് ചെയ്ത് തീർന്ന് തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ടാണ് വീണ്ടും അവർ വിളിക്കുന്നത്. എന്നിട്ട് ഫോണിൽ ചാർജ് തീർന്നത് മിച്ചം. എവിടെയും പരാതി കൊടുത്തിട്ട് കാര്യമില്ല. എന്നിട്ട് കല്ലമ്പലം KCBയിൽ മെനങ്ങാന്ന് വിളിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോൾ ഇന്ന് പറഞ്ഞ്, ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ 10:30 പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരാം, എഴുതിയിടുക, നിങ്ങൾ കറണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞ ഡയലോഗ് കേൾക്കണ്ടേ ഒരു പൊതുജനത്തോട്. KCB കല്ലമ്പലക്കാർ പറഞ്ഞതാണ്, ആഹാ എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരില്ല, നാളെ ഇടത്തുള്ളെന്ന്. അപ്പം എന്താണിത്, പകരം തീർക്കുവാണോ? അപ്പം പ്രമാണിമാർക്കും പണമുള്ളവർക്ക് മാത്രമേ ഇവരെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളും വീട്ടിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്കും കറണ്ട് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വെള്ളവും ഉറക്കവും ആഹാരവും ഇല്ലാതെ 3 ദിവസം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അതൊക്കെ ആരെടുത്ത് പറയാം? ഞങ്ങൾ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. തൊട്ട് താഴെ ഓണറുടെ വീട്ടിൽ കറണ്ടുണ്ട്. തൊട്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ പല കടകളിലും കറണ്ടുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു. അപ്പം ആളുകൾ പൊതുജനങ്ങളെ സാധാരണക്കാരായിട്ട് ബുദ്ധിമുട്ടിക്കാനാണ് സർക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പലതിലും പോസ്റ്റ് ചെയ്തു കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിണറായി മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പല ചാനലിലും കമൻറ്റും മെസ്സേജും ഒക്കെ ഇട്ട് കറണ്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം ഒടുവിൽ ഇനി എൻ്റെ കമൻറ്റ് ഇതാ, ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാതെ ആഹാരമില്ല, മനുഷ്യ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന് തോന്നിയപ്പോഴത്തേനും ഇനിയൊരു പോസ്റ്റ് ഞാൻ ഫോണിൽ ചാർജ് പോലില്ല. ഇപ്പോഴും കറണ്ട് ഇത്രയും പരാതികളൊക്കെ പറഞ്ഞ് എന്താണെന്ന് അറിയില്ല. എന്തായാലും 12 മണിയായപ്പോൾ ഇന്ന് കറണ്ട് വന്നു. 3 ദിവസമായി. ഇന്നലെ ഇല്ല, മെനങ്ങാന്നില്ല, ഇന്ന് ഉച്ചയ്ക്കാണ് കറണ്ട് വന്നത്. അപ്പം 3 ദിവസമായി കറണ്ട് പോയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് കറണ്ട് വന്നു. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്തിട്ട് സംസാരിക്കില്ല. ഇല്ലെങ്കിൽ അവസാനത്തെ എൻ്റെ ഒരു പോസ്റ്റ് ഇതായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ കിടന്ന് ആഹാരവും വെള്ളവും ഉറക്കവും ഊണും ഇല്ലാതെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദി കല്ലമ്പലം KCB മുഖ്യമന്ത്രി പിണറായി വിജയനും K കൃഷ്ണൻകുട്ടിയാണ് എന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറെ നിവർത്തിയില്ല. കറണ്ട് വരായിരുന്ന എന്താ ചെയ്യുന്ന, അവർ വാശിയുടെ പുറത്ത് പിന്നെ കറണ്ട് ഇടൂലെന്നാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ ഇതിന് പൊതുജനങ്ങൾക്ക് എന്താ ചെയ്യുക? നമ്മളെ നികുതി പണം എടുത്തല്ലേ ഈ സർക്കാർ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സർക്കാർ ജീവനക്കാർ നയപരമായും ബുദ്ധിപരമായും തന്ത്രപരമായും സൗഹൃദപരമായുമായിട്ടാണ് പെരുമാറേണ്ടത്. അല്ലാതെ ഒരു ശത്രുവിനെ പോലെ കണ്ട് ഇങ്ങനെയാണോ ഒരു പൊതുജനത്തോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും? അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കല്ലമ്പലം KCBയിലൊക്കെ കയറി ചെല്ലാൻ പറ്റുമോ? ഇത്രയും ഫോണിൽ കൂടെ തന്നെ ഇത്രയും ഒരു ഭീഷണി മുഴക്കും പോലെ ഒരു ഗുണ്ടായിസം സംസാരിക്കുന്ന, എങ്കിൽ ഇന്ന് വരൂല നാളെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ട് സ്ത്രീകൾ ഈ കല്ലമ്പലം KCBയിൽ പോയി പരാതി പറയും?